ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 24. അബ്രാഹാം വയസ്സു ചെന്നു വൃദ്ധനായി. യഹോവ അബ്രാഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ള സമ്പത്തിനൊക്കെയും കാര്യവിചാരകനായ ദാസനോട് അബ്രാഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വെക്കുക. ചുറ്റും വസിക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ കുടുംബക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ യിസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗ്ഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ, നീ വിട്ടുപോന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു. അബ്രാഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊൾക. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തുനിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളിച്ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗ്ഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീയൊരു ഭാര്യയെ അവിടെ നിന്നു കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. എന്നാൽ പെൺകുട്ടിക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോവുക മാത്രം അരുത്. അപ്പോൾ ദാസൻ തന്റെ യജമാനനായ അബ്രാഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ച് ഈ കാര്യത്തെക്കുറിച്ച് അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധങ്ങളായ വിശേഷവസ്തുക്കളും കൊണ്ട് പുറപ്പെട്ട് ആരാം നഹരായീമിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറിനരികെ നിർത്തി ഇപ്രകാരം പറഞ്ഞു, എന്റെ യജമാനനായ അബ്രാഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനനായ അബ്രാഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരേണമേ. ഇതാ ഞാൻ കിണറിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിക്കുവാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ വെള്ളം ഞാൻ കൊടുക്കാം എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ അവിടുന്ന് അവിടുത്തെ ദാസനായ യിസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. അവിടുന്ന് എന്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രാഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെഥുവേലിന്റെ മകൾ റിബെക്കാ തോളിൽ പാത്രവുമായി വന്നു. ബാലിക അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിലിറങ്ങി പാത്രത്തിൽ വെള്ളം നിറച്ച് കയറി വന്നു. ദാസൻ അവളെ കാണുവാനായി ഓടിച്ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറച്ചെനിക്ക് കുടിക്കുവാൻ തരണം എന്ന് പറഞ്ഞു. യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം അവളുടെ തോളിൽ നിന്നും താഴ്ത്തി അവന് കുടിക്കുവാൻ കൊടുത്തു. അവന് കുടിക്കുവാൻ കൊടുത്ത ശേഷം, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിൽ ഒഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. ആ പുരുഷൻ അവളെ സൂക്ഷിച്ചു നോക്കി. യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ 1/2 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കയ്യിലിടുവാൻ 10 ശേക്കെൽ തൂക്കമുള്ള 2 പൊൻവളയും എടുത്ത് അവളോട്, നീ ആരുടെ മകൾ പറയുക, നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാത്രിയിൽ വിശ്രമിക്കുവാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, നാഹോരിന് മിൽക്ക പ്രസവിച്ച മകനായ ബെഥുവേലിന്റെ മകൾ ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വൈക്കോലും വേണ്ടുവോളം ഉണ്ട്, രാപാർക്കുവാൻ സ്ഥലവുമുണ്ട് എന്നും അവൾ പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എന്റെ യജമാനനായ അബ്രാഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് എന്റെ യജമാനനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. ബാലിക ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ കാര്യങ്ങൾ അറിയിച്ചു. റിബെക്കായ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന് ലാബാൻ എന്നു പേർ. ലാബാൻ പുറത്ത് കിണറിനരികെ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മൂക്കുത്തിയും സഹോദരിയുടെ കയ്യിൽ വളകളും കാണുകയും ആ പുരുഷൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തന്റെ സഹോദരിയായ റിബെക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു. അവൻ കിണറിനരികെ ഒട്ടകങ്ങളുടെ സമീപത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ലാബാൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്കു സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ
ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും അവനും കൂടെയുള്ളവർക്കും കാൽ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവന്റെ മുമ്പിൽ ഭക്ഷണവും വെച്ചു. എന്നാൽ അവൻ, ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. പറക എന്ന് ലാബാനും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രാഹാമിന്റെ ദാസൻ. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. അവൻ മഹാനായിത്തീർന്നു. യഹോവ അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. എന്റെ യജമാനന്റെ ഭാര്യയായ സാറാ വൃദ്ധയായപ്പോൾ എന്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു. അവൻ സർവ്വതും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്നു നീ എന്റെ മകന് ഭാര്യയെ എടുക്കാതെ എന്റെ പിതൃഭവനത്തിലും കുടുംബക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകന് ഭാര്യയെ എടുക്കണം എന്ന് പറഞ്ഞ് എന്റെ യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ എന്റെ യജമാനനോട്, പക്ഷേ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് യജമാനൻ എന്നോട്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തന്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എന്റെ കുടുംബത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എന്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. എന്റെ കുടുംബക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. അവർ ബാലികയെ നിനക്ക് തന്നില്ല എന്ന് വന്നാലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കിണറിനരികെ വന്നപ്പോൾ പറഞ്ഞത്, എന്റെ യജമാനനായ അബ്രാഹാമിന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറിനരികെ നിൽക്കുന്നു. വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട്, നിന്റെ പാത്രത്തിലെ വെള്ളം കുറച്ച് എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട്, കുടിച്ചാലും ഞാൻ അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കാം എന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എന്റെ യജമാനന്റെ മകന് നിയമിച്ച മണവാട്ടിയായിരിക്കട്ടെ. ഞാനിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞ് തീരും മുമ്പ് ഇതാ റിബെക്കാ തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി. ഞാൻ അവളോട്, എനിക്ക് കുടിക്കുവാൻ വെള്ളം തരേണം എന്ന് പറഞ്ഞു. അവൾ വേഗം തോളിൽ നിന്ന് പാത്രം താഴ്ത്തി, കുടിക്കുക, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കുടിക്കുവാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടിച്ചു. അവൾ ഒട്ടകങ്ങൾക്കും കുടിക്കുവാൻ വെള്ളം കൊടുത്തു. ഞാൻ അവളോട്, നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ, മിൽക്ക നാഹോരിന് പ്രസവിച്ച മകനായ ബെഥുവേലിന്റെ മകൾ എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയും ഇട്ടു. ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എന്റെ യജമാനന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനുവേണ്ടി എടുക്കുവാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എന്റെ യജമാനൻ അബ്രാഹാമിന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ എന്റെ യജമാനനോട് ദയയും വിശ്വസ്തതയും കാണിക്കുമെങ്കിൽ എന്നോട് പറയുവീൻ. അല്ല എന്ന് വരികിൽ അതും പറയുവീൻ. എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം. അപ്പോൾ ലാബാനും ബെഥുവേലും, ഈ കാര്യം യഹോവയാൽ വരുന്നു. നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബെക്കാ നിന്റെ മുൻപാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടുപോക. യഹോവ കല്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു. അബ്രാഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോവയെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തു റിബെക്കായ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്തു രാപാർത്തു. രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ, എന്റെ യജമാനന്റെ അടുക്കൽ എന്നെ അയക്കണം എന്ന് പറഞ്ഞു. അതിന് അവളുടെ സഹോദരനും അമ്മയും, ബാലിക ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ, യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലികയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അവർ റിബെക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബെക്കയെയും അവളുടെ പരിചാരകയെയും അബ്രാഹാമിന്റെ ദാസനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു. അവർ റിബെക്കയെ അനുഗ്രഹിച്ച് അവളോട്, സഹോദരി, നീ 1000-10,000 അമ്മയായി തീരുക. നിന്റെ സന്തതികൾ അവരെ വെറുക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റിബെക്കായും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബെക്കയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ യിസ്ഹാക്ക് ബേർലഹയിരോയി വരെ വന്നു. അവൻ തെക്കേ ദേശത്തു പാർക്കുകയായിരുന്നു. വൈകുന്നേരത്തു യിസ്ഹാക്ക് ധ്യാനിക്കുവാൻ വിജനസ്ഥലത്ത് പോയിരുന്നു.
അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബെക്കായും തലപൊക്കി യിസ്ഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വിജനസ്ഥലത്ത് നമ്മെ എതിരേറ്റു വരുന്ന പുരുഷൻ ആര് എന്ന് ചോദിച്ചതിന്, എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യം ഒക്കെയും ദാസൻ യിസ്ഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. യിസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റിബെക്കയെ സ്വീകരിച്ചു. അവൾ അവന് ഭാര്യയായിത്തീർന്നു. അവൻ അവളെ സ്നേഹിച്ചു. ഇങ്ങനെ യിസ്ഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖത്തിന് ആശ്വാസം ലഭിച്ചു.